ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇവിടെ ആണെങ്കിൽ ഭയങ്കര മഴക്കോളുണ്ട്. മഴ പെയ്തങ്ങോട്ട് തീർന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒട്ടും വെട്ടമില്ല. ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്ത് പോവാണ്, കാരണം എനിക്ക് പിന്നെ എടുക്കാൻ ടൈം കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു മീഷോ അൺബോക്സിങ് വീഡിയോ ആണ്. ഞാൻ ഇത് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണം തോന്നി, അതുകൊണ്ട് ചെയ്യാണ്. ഫസ്റ്റ് വൺ ഇതാണ് ഡബിൾ സൈഡ് ടേപ്പാണ്. ഇത് നമുക്ക് ഗേൾസിന് ഉറപ്പായിട്ടും യൂസ് ചെയ്യാവുന്ന ഒരു മസ്റ്റ് ഹാവ് പ്രൊഡക്റ്റ് ആണ്. ഇത് വന്നിട്ട് ആൻഡ് ഇതിൽ ഒരെണ്ണത്തിൽ 36 പീസും ടോട്ടൽ 108 പീസ് വരുന്നുണ്ട്. അത് നമുക്ക് ഒരെണ്ണം എടുക്കാം. രണ്ടെണ്ണം ഈ രണ്ടെണ്ണം നമുക്ക് രണ്ട് സൈഡിലായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ഇങ്ങനെ കീറാം, തന്നെ കീറി വന്നോളൂ. പിന്നെ ഇത് യൂസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ ഒരു സൈഡ്, ഇവിടെ നടുക്കായിട്ടൊരു ചെറിയൊരു പോർഷൻ ഉണ്ട്. അവിടെ നമുക്ക് ഇങ്ങനെയും കീറാം, ഇങ്ങനെയും കീറാം. അവിടെ ബാൻഡേജ് ഒക്കെ ഇല്ല, അതേപോലത്തെ ആ സൈഡ് നമുക്ക് ഫ്രണ്ടിൽ വരണം. അതിന് ബാക്കിലുള്ള സൈഡ് വേണം നമുക്കിവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇത് ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ ആ ബാക്കിലെ സാധനം മാറ്റാം. ഇതിങ്ങനെ ഇളക്കിയാൽ മതി. ഇളകിയിട്ടുണ്ട്. ഈ ഒരു പോർഷനിൽ പശയൊന്നുമില്ല, അത് നമ്മൾ കളയാം. ഈ ഒരു പോർഷനിലായിരിക്കും ഇപ്പം പശയൊക്കെ ഉള്ളത്. അപ്പം അത് നമുക്ക് എങ്ങോട്ടാണോ ഒട്ടിക്കേണ്ടത് അവിടേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഒട്ടിക്കാം. എന്നിട്ട് നമുക്ക് ആ ബാൻഡേജ് കീറുന്ന പോലെ തന്നെ ഇവിടെ നിന്ന് താഴേക്കും കീറാം. ഇപ്പം നമ്മളിത് ഡ്രസ്സ് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇത് ഒട്ടിക്കണം. ഇവിടെ ഒട്ടിക്കുകയാണെങ്കിൽ ഇവിടെ ഒട്ടിച്ചതിന് ശേഷം ആ ഡ്രസ്സ് എടുത്ത് ഇങ്ങോട്ടേക്ക് വെക്കുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതോടെ ഫിറ്റായിട്ടിരുന്നോളും. കാണിച്ചു തരാവേ. കണ്ടോ, ഇതേപോലെ അവിടെ ഇരുന്നോളും. പിന്നെ ഇത് വന്നിട്ട് ഒരു 5 hours 3 hours 4 hours വരെയൊക്കെ ഇതിൻ്റെ ഒരു യൂസ് ഉള്ളൂ. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഹെയർസ് ഞാൻ ഭയങ്കര ഹെയറി പേഴ്സണാണ് ഗൈസ്. കൈവേനിക്കും. ഗേൾസിന് ഉറപ്പായിട്ടും വാങ്ങാൻ പറ്റിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. ഇത് ഇപ്പം നമ്മൾ എല്ലാവർക്കും അറിയാം. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് കുനിയൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ടോപ്പ് ഇങ്ങനെ പിടിച്ച് കുനിയണം. നമ്മളിപ്പോൾ ബസ്സിൽ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യണമെങ്കിൽ കാറ്റ് വന്നിട്ട് നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ തന്നെ ഇപ്പം കുറച്ച് ഇറങ്ങിയ ടോപ്പൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് അൺകംഫർട്ടബിൾ ഒക്കെ ആയിരിക്കും. അപ്പം അതൊക്കെ മാറ്റാൻ പറ്റിയിട്ട് നമുക്ക് ഉറപ്പായിട്ടും യൂസ് ആവുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഇത് എല്ലാവരും ഒന്ന് വാങ്ങി നോക്കുക. പിന്നെ ഇതിനെന്തോ 88 രൂപ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ വാങ്ങിയതാണ് ഈ ഒരു ബോട്ടിൽ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ. ഞാനാണെങ്കിൽ ഒട്ടും വെള്ളം കുടിക്കാത്ത ഒരാളാണ്. എനിക്കിഷ്ടമല്ല വെള്ളം കുടിക്കുന്നത്. എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ, എനിക്കിഷ്ടമല്ല വെള്ളം കുടിക്കുന്നത്. അപ്പം എനിക്ക് തന്നെ മനസ്സിലാവും ഒട്ടും വെള്ളം കുടിക്കുന്നില്ല, ഒത്തിരി ഡ്രൈ സ്കിന്നാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഈ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയപ്പോഴും പറഞ്ഞ് കുറേ വെള്ളം കുടിക്കണം, ഒത്തിരി ഡ്രൈ സ്കിൻ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വെള്ളം കുടിച്ചാൽ മതിയെന്ന്. അപ്പം ഞാൻ എനിക്ക് വേണ്ടി കണ്ടെത്തിയൊരു പ്രൊഡക്റ്റാണ് ഇത്. ഞാൻ ഇതുവരെയായിട്ട് ഇതിൽ വെള്ളം കുടിച്ചിട്ടില്ല, കാരണം ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ സ്മെല്ലുണ്ട്. നല്ല പ്ലാസ്റ്റിക്കിൻ്റെ സ്മെല്ലുണ്ട്. ഇതിനാണെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ സ്മെല്ലുണ്ട്, ബോട്ടിലിനകത്താണെങ്കിലും സ്മെല്ലുണ്ട്. പക്ഷെ ഇതൊരു നല്ല പ്രൊഡക്റ്റാണ്. ഇതിന് വന്നിട്ട് 200 എത്രയോ രൂപയാണ്. എനിക്ക് കിട്ടിയത് 150 170 എത്ര രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല പ്രൊഡക്റ്റാണ്. ഇതിൽ 900 ml വെള്ളം കൊള്ളും. വേറൊന്നും പറയാൻ പ്രത്യേകിച്ചൊന്നും ഞാൻ കണ്ടെത്തിയില്ല. ഇത്രയേ ഉള്ളൂ എൻ്റെ മീഷോ അൺബോക്സിങ് വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ നമുക്ക് റേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡബിൾ സൈഡ് ടേപ്പിന് ഞാൻ കൊടുക്കുന്നത് ഒരു 10ൽ 8 ആയിരിക്കും, കാരണം അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് ആണത്. പിന്നെ ഇതിന് ഞാൻ കൊടുക്കുന്നത് ഒരു 10ൽ ഒരു 6 or 5, കാരണം ഇതിനെക്കാട്ടി നല്ലത് നമുക്ക് കടകളിൽ കിട്ടും. പിന്നെ ഈ ഒരു കളർ കോമ്പിനേഷൻ ഒന്നും അധികം കിട്ടാൻ ചാൻസ് ഇല്ല. പിന്നെ മോട്ടിവേഷണൽ കാര്യങ്ങളും കിട്ടാൻ ചാൻസ് ഇല്ല. ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അങ്ങ് വാങ്ങിച്ചതന്നെ ഉള്ളൂ. അപ്പം ഇതേപോലത്തെ കുറച്ച് മീഷോ അൺബോക്സിങ് വീഡിയോ കുറേ വരുന്നതായിരിക്കും. കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്തായാലും അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. മറ്റേ ഡാസ്ലറിൻ്റെ ഫ്രീ ഗിഫ്റ്റ് ഇല്ലേ, അത് ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൽ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 8 days എന്തോ ആയിട്ടുണ്ട്. പക്ഷെ ഇതുവരെയായിട്ടും റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. ഇതേപോലെ ആർക്കെങ്കിലും റിപ്ലൈ വന്നിട്ടില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എന്താ കാരണം എന്ന് അറിയണ്ടേ നമുക്ക്. ഞാൻ ഫസ്റ്റ് ഡേ മെയിൽ ചെയ്തിട്ട് അടുത്ത ദിവസം തന്നെ റിപ്ലൈ ഉണ്ടായിരുന്നു അവർക്ക് മറ്റേ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്ത്
എന്തൊക്കെയോ പറഞ്ഞ് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫോമൊക്കെ ഫിൽ ചെയ്ത് കൊടുത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ റിപ്ലൈ ഒന്നുമില്ല. ജൂലൈ 19 ലാസ്റ്റ് റിപ്ലൈ വന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതുവരെയായിട്ടും ഒരു കാര്യങ്ങളും പറഞ്ഞ് മെയിലൊന്നും വന്നിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, കാരണം എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടാറ്റ ഗൈസ്.